കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാः പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ത തത്തകൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ശ്രീരാമനും സീതയും അതായത് സീതാ സഹിതനായിട്ട് ശ്രീരാമൻ അവിടെ പട്ടാഭിഷേകത്തിന് ഇരിക്കുന്ന സമയത്ത് ദേവന്മാർ, അതായത് ശിവഭഗവാനടക്കം എല്ലാ ദേവന്മാരും സ്തുതിച്ചു എന്ന് പറഞ്ഞ് സ്തുതിക്കണതാണ് ഇനി നാളെ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തി. സ്തുതിയാണെന്ന് നമ്മൾ ചെയ്യണതാണ്. അപ്പോൾ ശ്രീ മഹാദേവ ഉവാച. അപ്പോൾ ശിവനാണ് സ്തുതിക്കുന്നത്. ശിവനാണല്ലോ ശിവൻ പാർവതിയുടെ കഥ പറയണതായിട്ടാണല്ലോ, ഉമാമഹേശ്വര സംവാദമായിട്ടാണല്ലോ അധ്യാത്മരാമായണം മുഴുവൻ, അല്ലേ? ഉമാമഹേശ്വര സംവാദം ആണ് അധ്യാത്മരാമായണം. അപ്പം ഇവിടെ ആ ശിവൻ തന്നെയാണ് സ്തുതിക്കുകയാണ്. നമോസ്തു രാമായ സശക്തികായ നീലോൽപലശ്യാമള കോമളായ കിരീടഹാരാംഗതഭൂഷണായ സിംഹാസനസ്ഥായ മഹാപ്രഭായ. അതിങ്ങനെ ശരിക്ക് സാരമായി പറയേ വേണ്ടു. എന്താ അറിയോ, പിന്നെ സശക്തിന്ന്, അതായത് വിട്ടുപിരിയാതിരിക്കുന്ന മഹാലക്ഷ്മിയുടെ അവതാരമായിട്ടുള്ള സീതാദേവിയോടുകൂടിയും നീലത്താമര നീലോൽപലശ്യാമള കോമളായ, അതായത് നമോസ്തു രാമായ സശക്തികായ. ശക്തി പറഞ്ഞപ്പോൾ ഇവിടെ സീതയാണ്. സീത എന്ന ശക്തിയോടുകൂടി ഇരിക്കുന്നവനും ഈ നീലത്താമരപ്പൂ പോലെ ശ്യാമള നിറത്തോടു കൂടിയവനും അങ്ങോട്ട് മനോഹരനായവനും കോമളായ എന്നുണ്ടല്ലോ. പിന്നെയോ കിരീടഹാരാംഗത ഭൂഷണായ, ശിരസിലെ കിരീടവും മാറിടത്തിലെ മാലകളും കൈകളിൽ അങ്കദങ്ങളും, കിരീടം, ഹാരം, അങ്കദം അതൊക്കെ അണിഞ്ഞവനും. പിന്നെയോ മഹാപ്രഭായ, മഹാപ്രഭയോടുകൂടെ സിംഹാസനസ്ഥായ, സിംഹാസനത്തിൽ ഇരിക്കുന്നവനുമായ രാമനായിക്കൊണ്ട് നമസ്കാരം. നമോസ്തു എന്നാണല്ലോ. അപ്പോൾ എപ്പോഴും കൂടെയുള്ള മഹാലക്ഷ്മിയുടെ അവതാരമായിട്ടുള്ള സീതാദേവിയോടുകൂടിയും നീലത്താമര പൂ പോലെ ശ്യാമള നിറം കൊണ്ട് മനോഹര രൂപം പൂണ്ടവനും, ശിരസിൽ കിരീടം, മാറിടത്തിലെ മാല, കൈകളിൽ അങ്കദങ്ങൾ എന്നീ ആഭരണങ്ങൾ ധരിച്ചവനും, അത്യധികം പ്രഭയോടു കൂടെ സിംഹാസനത്തിലിരിക്കുന്നവനുമായ രാമനായിക്കൊണ്ട് നമസ്കാരം. നമോസ്തു രാമായ സശക്തികായ നീലോൽപലശ്യാമള കോമളായ കിരീടഹാരാംഗതഭൂഷണായ സിംഹാസനസ്ഥായ മഹാപ്രഭായ. ഇനി 52. ത്വമാദിമധ്യാന്തവിഹീന ഏക. ആദ്യം ഇങ്ങനെയൊക്കെ ഇരിക്കണ പിന്നെ ഭഗവാൻ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇനി എങ്ങനത്തെയൊക്കെ ഭഗവാനാണ് പറയാണ്. ത്വം ആദിമധ്യാന്തഹീന ഏക സൃജസ്യവസ്യത്സി ച ലോകനാഥ സ്വമായയാ തേന ലിപ്യസേ ത്വം യത്സേ സുഖേജസ്വരതോനവദ്യ. എന്താണ് ലോകനാഥ? അങ്ങനെയാണ് സംബോധന ചെയ്യണത്. ഹേ ജഗത്തിൻ്റെ മുഴുവൻ നാഥ, ആദിമധ്യാന്തവിഹീനൻ എന്ന് പറഞ്ഞാൽ ആദിം മധ്യവും അന്തവും ഒന്നുമില്ല, അല്ലേ? ഭഗവാൻ ഒരിക്കലും ഇല്ലാത്ത കാലം ഉണ്ടായിട്ടില്ല. എപ്പോഴും, അതായത് ഭഗവാൻ ഇല്ലാത്തൊരു കാലമില്ല, എന്നാലല്ലേ ജനനവും മരണമൊക്കെ ഉള്ളൂ. അതാണ് ആദിമധ്യാന്തവിഹീനനും ഏക അദ്വിതീയനും രണ്ടാമതൊന്നില്ലാത്തവനും ആയ നിന്തിരുപടി സ്വമായ, അവനവൻ്റെ മായ കൊണ്ട് സൃജസി സൃഷ്ടിക്കുന്നു, അവസി രക്ഷിക്കുന്നു, അത്സി നശിപ്പിക്കുന്നു. അതാണ് സൃജസി അവസി അത്സി. സൃജസ്യവസ്യത്സി എന്ന് പറഞ്ഞു. അതപ്പോൾ സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, നശിപ്പിക്കുന്നു, സൃഷ്ടിച്ച് സംഹാരം. തേന അതുകൊണ്ട്, ലിപ്യസേ അതുകൊണ്ടൊന്നും അങ്ങേ അതൊന്നും സ്പർശിക്കുന്നില്ല. യൽ എന്തുകൊണ്ടെന്നാൽ സ്വേ സുഖേ ആത്മസ്വരൂപത്തിൽ അജസ്രത, ആത്മാരാമനാണേ, അജസ്രത അതായത് ആത്മസ്വരൂപത്തിൽ
സദാ രമിക്കുന്നവനും അജസ്രരത, അതാണ് കണ്ടിന്യൂസ് ആയിട്ട് അവനവനിൽ തന്നെ ലയിക്കുന്നവനും, സ്വന്തം ആത്മാവിൽ രമിക്കുന്നവനും അനവദ്യ ദോഷരഹിതനുമാകുന്നു. എന്താ അർത്ഥം വെച്ചാൽ ശ്രീരാമൻ്റെ ആ സാക്ഷാൽ സത്യസ്വരൂപത്തിനെ വർണ്ണിക്കുകയാണ്. പിന്നെ മഹാദേവനെ എന്താ അറിയോ, പിന്നെ ഹേ ലോകനാഥ, ഉൽപ്പത്തി, വളർച്ച, നാശം, അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന ഭാവങ്ങളൊന്നുമില്ലാതെ അദ്വിതീയനായിരിക്കുന്ന, ഏകൻ എന്ന് പറഞ്ഞില്ലേ, അദ്വിതീയനായിരിക്കുന്ന അങ്ങ് മായയെ അവനവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, അവനവന് വേണ്ടിയിട്ട് തന്നെ സ്വീകരിച്ചിട്ട് ലോകങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. എങ്കിലും അങ്ങനെയാണെങ്കിലും അതിനോടൊന്നും അറ്റാച്ച്ഡ് അല്ല. എങ്കിലും സദാ അവനവനിൽ തന്നെ രമിക്കുന്നവനും, അതായത് എങ്കിലും സദാ ആത്മാരാമനും ശരീരമില്ലാത്തവനുമായ നിന്തിരുവടി കർമ്മത്തിൽ ചേരണമില്ല. കർമ്മമായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കർത്തൃത്വവും ഭോക്തൃത്വവും ഒന്നും ഭഗവാനില്ല എന്ന്. അതാണ് പറഞ്ഞത് ഇതിൽ. ത്വം ആദിമധ്യാന്തവിഹീന ഏക സുജസ്യവത്സ്യസി സൃഷ്ടിസി സംഹാരം ച ലോകനാഥ സ്വമായയ, സ്വന്തം മായ കൊണ്ട് തേന നലിപ്യസേത്വം, അതായത് ഇതൊന്നും അങ്ങനെ സ്പർശിക്കലില്ല. നലിപ്യസേ, പിന്നെയോ എന്താ കാരണം അങ്ങനെ സ്പർശിക്കാത്ത? ആത്മാരാമനാണ്. യൽ സ്വേ സുഖേ അജസ്രരഥോ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് അവനവനിൽ തന്നെ രമിക്കുന്നു. അനവദ്യനാണ്, ദോഷരഹിതനുമാണ് അങ്ങ് എന്ന് പറയാണ്. അനവദ്യ. ഇനി 53. ലീലാം വിധൽസേ ഗുണസംവൃതസ്ത്വം പ്രപന്ന ഭക്താനുവിധാന ഹേതോ നാനാവതാരൈ സുരമാനുഷാദ്യൈ പ്രീതയസേ ജ്ഞാനിഭിരേവ നിത്യം. ഗുണസംവൃതാത്വം, ഗുണങ്ങളെ, അതായത് സത്വഗുണത്തെ വരിച്ച നിന്തിരുവടി ഗുണങ്ങളെ ഇല്ല. ശരിക്കും ഗുണാതീതനാണ്, സത്വഗുണം എടുത്തത് മാത്രം. അഗുണസംവൃത അഭിത്വം, അതായത് ശരിക്കും ഗുണാതീതനാണെങ്കിലും പ്രപന്ന ഭക്താനുവിധാന ഹേതോ, അതായത് ശരണം പ്രാപിക്കുന്ന ഭക്തന്മാരുടെ സൗകര്യത്തിന് വേണ്ടി സുരമാനുഷാദ്യൈ, അതായത് ദേവൻ, മനുഷ്യൻ ആദിയായ നാനാവതാരങ്ങളെ കൊണ്ട് ലീലയെ വിധൽസേ ചെയ്യുന്നു. ജ്ഞാനിഭി ഏവ, ജ്ഞാനികളാൽ മാത്രം നിത്യം പ്രതീയസേ, എപ്പോഴും അറിയപ്പെടുന്നു. ജ്ഞാനികളൊക്കെ അത് അറിയുള്ളൂ. അതാണ്, അതായത് നിത്യമായ ആനന്ദത്തിൽ, ആ ഇറ്റേണൽ ബ്ലിസ്സിൽ എപ്പോഴും വർത്തിക്കുന്ന ഭഗവാൻ എന്തിനാണെന്നാണ് ഇങ്ങനെ ഒരു മനുഷ്യവേഷം എടുത്തതെന്ന് ചോദിക്കാം. എന്താണ് അതിൻ്റെ ഉത്തരമാണതിൽ. അവനവൻ തന്നെ ഇങ്ങനെ ആത്മാരാമനായിരിക്കുന്ന ആൾക്ക് സന്തോഷിക്കാൻ വേറൊന്നും വേണ്ടാച്ചാൽ പിന്നെ എന്തിനെങ്ങനെ മനുഷ്യ സ്വരൂപെടുത്ത ചോദിച്ചാൽ, അതായത് ഈ ഗുണങ്ങൾ ഉള്ള, അതായത് സത്വരജസ്തമോ ഗുണങ്ങൾ അടങ്ങിയ മായയെ സ്വയമേവ സ്വീകരിച്ചിരിക്കുന്ന നിന്തിരുവടി മായയാൽ അങ്ങ് മറയ്ക്കപ്പെടാത്തവനാണ്. എന്നാലും സർവാത്മന അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഭക്തന്മാരെ അനുഗ്രഹിച്ച്, അതാണ് അതിനു വേണ്ടിയിട്ടാണ് അവതാരം എടുത്തുന്നത്. സർവാത്മന അങ്ങയെ ആശ്രയിക്കുന്ന ഭക്തന്മാരെ അനുഗ്രഹിച്ച് അവർക്ക് പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ നൽകാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ദേവനായിട്ട് മനുഷ്യനായിക്കോ ജനിക്കണത്. അല്ലാണ്ട് അങ്ങയ്ക്ക് ആവശ്യമുണ്ടായിട്ടല്ല. അങ്ങ് ആത്മാരാമനാണ്. അങ്ങയ്ക്ക് സന്തോഷത്തിന് ഇനി ആരുടെ ആവശ്യമില്ല. ആത്മാവിൽ രമിക്കുന്നവനാണ്. പക്ഷെ എന്തിനാണ് ജന്മെടുത്തത് വെച്ചാൽ സർവാത്മന അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്ന ഭക്തന്മാരെ അനുഗ്രഹിച്ച് അവർക്ക് മോക്ഷം, പരമപുരുഷാർത്ഥമായ മോക്ഷം നൽകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ദേവനായും മനുഷ്യനായും ഒക്കെ ജനിക്കുന്നത്. അല്ലാതെ കർമ്മനിമിത്തം അങ്ങയ്ക്ക് ജനന മരണാദികളൊന്നും ഇല്ലയെന്ന്. ജനന മരണം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം കർമ്മബന്ധനം ഇല്ല നമുക്കുള്ള പോലെ. നമുക്ക് കർമ്മബന്ധനം ഉണ്ട്. അപ്പം നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാനാണ് നമ്മൾ ജനിക്കണത്. അങ്ങനെ ഭഗവാനില്ല. അത് അങ്ങനെ ഇല്ല എന്നുള്ളതും ജ്ഞാനികൾക്കേ അറിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഭഗവാനെ മനുഷ്യനായിട്ട് കാണുകയാണ്. ജ്ഞാനികൾക്ക് അറിയാം ഭഗവാനെ
ജനനമരണാദികളില്ലാന്ന്. പക്ഷേ അങ്ങനെ വിവേകം വരാത്തവരോ അങ്ങയെ സാധാരണ മനുഷ്യനായിട്ട് കരുതുന്നു. ഇങ്ങനെ ലോക സൃഷ്ടി മുതലായിട്ടുള്ള ലീലയെ അങ്ങ് ലോകാനുഗ്രഹത്തിനായിട്ട് തന്നെ ആടുന്നു. അങ്ങ് ഈ ലീലകളൊക്കെ ആടണത് ലോകത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് എന്നർത്ഥം. അതാണ് പറഞ്ഞത്. അതായത് ദേവന്മാരായിട്ട് അവതരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ശ്രീരാമൻ മനുഷ്യനായിട്ടാണ് അവതരിച്ചത് അല്ലേ? ദേവന്മാരായിട്ട് വാമനൊക്കെ ആയിട്ട് പിന്നെ 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 വാമനായിട്ട് അവതരിച്ചിട്ടുണ്ട്. ബലരാമനും കൃഷ്ണനും ഒക്കെ ദേവന്മാർ തന്നെയാണ്. മനുഷ്യനായിട്ട് ശ്രീരാമൻ മാത്രമേ ഉള്ളൂ അങ്ങനെ അവതരിച്ചിട്ടുണ്ടല്ലോ. അതാണ്. അപ്പം അതായത് ലോക സംരക്ഷയ്ക്കായിട്ട് സ്വീകരിക്കുന്ന അവതാരമൂർത്തികളെ കൊണ്ട് അങ്ങ് പിന്നെ അനവധി ഉത്കൃഷ്ടമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ആ അങ്ങയുടെ വീരപരാക്രമങ്ങളെ അല്ലെങ്കിൽ ലീലകളെ കേൾക്കുകയും ആ അങ്ങെടുത്ത സൗന്ദര്യമുള്ള ഈ മൂർത്തികളെ ധ്യാനിക്കുകയും ചെയ്യണ ഭക്തന്മാരുടെ മനസ്സ് ശുദ്ധാവും. അങ്ങനെ ഭക്തന്മാരെ മോക്ഷത്തിലേക്ക് നയിക്കാനാണ് അങ്ങ് ഈ ജന്മെടുത്തുന്നതേ. അതായത് അങ്ങയുടെ കഥകളെ ലീലകളെ പ്രകീർത്തിക്കുകയും അങ്ങയുടെ ഭക്തന്മാരായിട്ട് അങ്ങയുടെ സൗന്ദര്യ സ്വരൂപം ധ്യാനിക്കുകയും ചെയ്തിട്ട് ഭക്തന്മാരുടെ മനസ്സ് ശുദ്ധമാകും. അപ്പം അവർക്ക് വൈരാഗ്യം വരും. എന്നിട്ട് പരമമായിട്ടുള്ള ഭക്തി ഉണ്ടാവുമ്പോൾ അവർ മുക്തന്മാരായിത്തീരും ജ്ഞാനോദിച്ചിട്ട്. അങ്ങനെ ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവതാരം എന്ന് പറയണം. അതാണ് 53. പിന്നെയോ ലീലാം വിധൽസേ ഗുണസംവൃതസ്ത്വം പ്രപന്ന ഭക്താനുവിധാനഹേതോ നാനാവതാരൈ സുരമാനുഷാദ്യൈ പ്രീതയസേ ജ്ഞാനിഭിരേവ നിത്യം സ്വാംശേന ലോകം സകലം വിധായതം വിഭക്ഷിചത്വം തദധ ഫണീശ്വര ഉപര്യതോ ഭാന്വനിലോടുപൗഷധി പ്രവർഷരൂപോവസി നൈകഥാ ജഗത്. സകലം ലോകം, സകല ലോകത്തെ സ്വാംശേന വിധായ തൻ്റെ അംശം കൊണ്ട് നിർമ്മിച്ചിട്ട്, എല്ലാം ഭഗവാന്റെ എനർജിയുടെ ഒരു ചെറിയ അംശം എടുത്തിട്ടാണ് മായയെ മായയെ ഉത്തേജിപ്പിക്കുന്നത്. ഭഗവാന്റെ ഒരു കടാക്ഷം കൊണ്ടാണ് മായ ഉത്തേജിക്കപ്പെടുന്നത്. പിന്നെ അതിൽ നിന്നല്ലേ എല്ലാം ഉണ്ടാവണത്. അതുകൊണ്ടാണ് അവനവൻ്റെ ഒരു ചെറിയ അംശം കൊണ്ട് ഈ ലോകത്തെ നിർമ്മിച്ചിട്ട് തഥ അതിൻ്റെ അധോഭാഗത്തിൽ ഭണീശ്വരാത്വം, അതായത് പാമ്പ് ആദിശേഷനായിട്ടുള്ള നിന്തിരുവടി അതിനെ താങ്ങി നിൽക്കുന്നു. ബിഭർഷിച്ച ഭരിക്കുകയും ചെയ്യുന്നു. അവനവൻ തന്നെ സൃഷ്ടിച്ചിട്ട് ബലരാമനായി നിന്നിട്ട് അതിനെ ധരിക്കുന്നു തലയിൽ. പിന്നെ ഉപര്യത ഉപരിഭാഗത്തും അധോഭാഗത്തും ഭാന്വനിലോടു പൗഷധി പ്രവർഷരൂപ സൂര്യൻ, ഭാനു പറഞ്ഞ സൂര്യൻ, അനിലൻ, ഭാന്വനിലോ എന്ന് പറഞ്ഞില്ലേ, അനിലൻ ചാൽ വായു, ഉടുപൻ ചാൽ ചന്ദ്രൻ, ഔഷധി പറഞ്ഞ സസ്യങ്ങൾ, പ്രവർഷം ച മേഘം എന്ന രൂപങ്ങളോട് കൂടിയവനായിട്ട് നൈകഥ അനേക രൂപത്തിൽ ജഗത്തിനെ അവസി അവനം ചെയ്യുന്നു. അതെന്താ അറിയോ പറയണത്? അവധി പറഞ്ഞാൽ പരിപാലനം ചെയ്യുന്നത്. അതായത് ഈ എന്താണ് അങ്ങ് ഇങ്ങനെ നിഷ്കാമായിട്ടുള്ളതിനെയാണ് പിന്നെ നിഷ്കാമ്യം കർമ്മം ചെയ്തവരാണ് മോക്ഷം കിട്ടുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ലോകത്തെ മറ്റു വിധത്തിലും രക്ഷിക്കുന്നുവെന്ന് സ്തുതിക്കുകയാണ്. എന്താ പറഞ്ഞ വെച്ചാൽ ലോക സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഭഗവാന്റെ അംശമാണ് അല്ലേ? സൃഷ്ടി നടത്തുന്ന ആള് ഭഗവാന്റെ അംശമാണ്. ബ്രഹ്മസൃഷ്ടി ശരിക്കും പറയാ വെച്ചാൽ അങ്ങയുടെ സൃഷ്ടിക്ക് തുല്യമാണ്. കാരണം ബ്രഹ്മാവിന് അതിനുള്ള കഴിവ് കൊടുക്കുന്നത് ഭഗവാനാണ്. പിന്നെയോ ആ സൃഷ്ടിച്ച ലോകത്തെ എന്താ ചെയ്യണത്? അതിൻ്റെ അടിയിൽ പോയിട്ട് ആദിശേഷനായി നിന്നിട്ട് ഭഗവാൻ തന്നെ ഭൂമിയെ തലയിൽ വഹിക്കുന്നു. പിന്നെയോ മേൽഭാഗത്തിൽ സൂര്യൻ, വായു, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, മേഘം എന്ന രൂപങ്ങളിൽ എല്ലാ ദിക്കിലും അങ്ങനെ വിളങ്ങി നിൽക്കുന്നു. അതായത് പിന്നെയോ ഭൂമിയുടെ അകത്താണെങ്കിലോ സസ്യങ്ങളായിട്ടും അങ്ങ് വിളങ്ങി നിൽക്കുന്നു. അങ്ങനെ ലോകത്തെ പരിപാലിപ്പാൻ പലതരത്തിലുള്ള രൂപത്തിൽ അങ്ങ് വർത്തിക്കുന്നു എന്ന് പറയണം. അതായത് വിരാട് സ്വരൂപം എടുക്കുകയാണെങ്കിൽ എല്ലാം ഭഗവാന്റെ അംശമല്ലേ?
നമ്മൾ പറയൂലോ മേഘം തലമുടിയാണ്, വൃക്ഷങ്ങൾ ഭഗവാന്റെ രോമാണ്, അധോലോകങ്ങൾ പിന്നെ കാലിൻ്റെ അടിയാണെന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ ഭഗവാന്റെ അംശമാണ് എല്ലാം. സ്വാംശേന ലോകം എന്ന് പറഞ്ഞു, തൻ്റെ അംശം കൊണ്ടാണ് ലോകം മുഴുവൻ സൃഷ്ടിച്ചിരുന്നത്. എന്നിട്ട് താൻ തന്നെ സൃഷ്ടിച്ച ആ ലോകം മുഴുവൻ നിറഞ്ഞ് വിരാട് സ്വരൂപനായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം ഭഗവാനല്ലാണ്ട് അവിടെ ഒന്നുമില്ലയെന്ന്. സ്വാംശേന ലോകം സകലം വിധായതം ബിഭർഷിചത്വം തദത ഫണീശ്വര. അതെന്നാ ഏറ്റി നിൽക്കണതോ ബലരാമൻ അല്ലെങ്കിൽ അനന്തൻ. അതും ഭഗവാൻ തന്നെ, അല്ലെ ഭഗവാൻ ശക്തി തന്നെയാണ് അനന്തനും. ഉപര്യഥോ ഭാനു അനിലോടുപൗഷധീഹി പ്രവർഷരൂപോവസി നൈ കഥാ ജഗത്. അങ്ങനെ എല്ലാം എല്ലായി നിൽക്കും ചെയ്യണ്ടെന്ന് പറയണം. അതായത് സൂര്യചന്ദ്രാഗ്നി രൂപേണ എല്ലാം സൂര്യനും വായു ഒക്കെ ആയിട്ട് നിൽക്കണത് എല്ലാം അങ്ങനെയാണ്. ബ്രഹ്മാവാണെങ്കിൽ അങ്ങയുടെ അംശാവതാരാണ്, അല്ലേ? എല്ലാവരും ഈ ലോകം മുഴുവൻ. അതാണ് അത് പറഞ്ഞത് 55. ത്വമിഹ ദേഹഭൃതാം ശിഖിരൂപ പചസി ഭുക്തമശേഷമജസ്രം പവന പഞ്ചകരൂപസഹായോ ജഗദഖണ്ഡ മനേന ബിഭർഷി. പിന്നെന്താ വെച്ചാൽ ദേഹഭൃതാം ദേഹം ധരിച്ചിരിക്കുന്നവരുടെ ഇതിൽ ദേഹം ധരിച്ചിരിക്കുന്നവരുടെ ദേഹത്തിൽ ശിഖിരൂപാത്വം അഗ്നിസ്വരൂപനായ അങ്ങ്, അതായത് ജഠരാഗ്നി, പവന പഞ്ചകരൂപ സഹായ, പിന്നെയോ പഞ്ചപ്രാണങ്ങളായിട്ട് ഈ ശരീരം എടുത്ത എല്ലാവരുടെ ഉള്ളിൽ ഭഗവാൻ ഇങ്ങനെ പലതരത്തിലാണ് നിൽക്കുന്നത്. ജഠരാഗ്നിയായിട്ട്, നമ്മുടെ ഡൈജസ്റ്റീവ് പവറായിട്ട്, പിന്നെ നമ്മൾ ശ്വസിക്കണ പഞ്ചപ്രാണങ്ങളായിട്ട്, പിന്നെയോ ഭുക്തമശേഷം ആ ഭക്ഷിച്ച സമസ്തത്തിനെയും അജസ്രം എപ്പോഴും പചസി അതിനെ ദഹിപ്പിക്കുന്ന അനേന ഇതുകൊണ്ട് അഖണ്ഡൻ ജഗത് ഈ സമസ്തമായ ലോകത്തെ ഭരിക്കുന്നു. എന്താ പറഞ്ഞാൽ ഈ സൂര്യചന്ദ്രാഗ്നി രൂപേണ ഈ ലോകത്തിനെ രക്ഷിക്കുന്ന അങ്ങ് തന്നെ. സൂര്യനും ചന്ദ്രനും ഒക്കെ അങ്ങാ പറഞ്ഞല്ലോ കഴിഞ്ഞാൽ. അങ്ങനെ സൂര്യചന്ദ്രാഗ്നി വായു ഒക്കെ രൂപത്തിൽ ഈ ലോകത്തെ രക്ഷിക്കുന്ന അങ്ങ് തന്നെ അതിലുള്ള ഓരോ വ്യക്തികളുടെ ഉള്ളിലും സമഷ്ടി ലോകത്തിലും, അതായത് മാക്രോകോസത്തിലും മൈക്രോകോസത്തിലും, അതാണ് സമഷ്ടി രൂപത്തിലും സമഷ്ടി ലോകത്തിലും, അതായത് ഹോൾ മാക്രോ അതിലും അത് ഭഗവാൻ തന്നെയാണ് സമഷ്ടി ലോകം. ഏത് വിരാട് സ്വരൂപമായിട്ട് എല്ലാ ദിക്കിലുള്ളതും ഭഗവാൻ. പിന്നെയോ അതിലത്തെ ഓരോ വ്യക്തികളിലും, അതായത് ഓരോ വ്യക്തികളിലും അതേ രൂപത്തിൽ തന്നെ ഇരുന്ന് രക്ഷിക്കുകയാണ്. എന്താ വെച്ചാൽ നോക്കൂ, ശരീരം ധരിച്ചിരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ ജഠരാഗ്നി രൂപനായിട്ടുണ്ട്. പിന്നെയോ പഞ്ചപ്രാണങ്ങളായിട്ട് നമ്മളെ, അതും ഭഗവാൻ തന്നെ. പിന്നെയോ അഗ്നിയും വായുക്കളും ഒക്കെ അന്യോന്യം സഹായിച്ചിട്ടാണ് നമ്മൾ കഴിക്കണ ഭക്ഷണം. അതായത് ഈ അകത്തുള്ള പഞ്ചപ്രാണനും ഈ ജഠരാഗ്നിയും അകത്തുള്ള അഗ്നിയില്ലേ നമുക്ക് ദഹിപ്പിക്കണം. അപ്പം അതും വായുക്കളും കൂടിയിട്ടാണ് നമ്മൾ ഭക്ഷിക്കുന്ന പദാർത്ഥങ്ങളെയൊക്കെ അതിനെ ദഹിപ്പിച്ച് നമ്മളെ ദേഹത്തിൽ പിന്നെ അബ്സോർബ് ചെയ്യണ തരത്തിലാക്കിക്കൊണ്ട് പാകം വരുത്തിയിട്ട് ഓരോ ശരീരത്തെയും സംരക്ഷിക്കുന്നത് ഓരോ വ്യക്തിയുടെ ഉള്ളിലിരിക്കണമെന്നും ഭഗവാനാണ്. ഈ സമഷ്ടി ലോകം മുഴുവനും ഭഗവാനാണ്. ഓരോ വ്യക്തികളുടെ ഉള്ളിലിരുന്നിട്ട് ജഠരാഗ്നിയായിട്ടും പഞ്ചപ്രാണനായിട്ടും അവരുടെ സംയോഗം കൊണ്ടും ഓരോ ശരീരത്തെയും, ഓരോ ജീവജാലങ്ങളുടെ ശരീരത്തെയും സംരക്ഷിക്കുന്നതും ഭഗവാൻ തന്നെ. ഈ വിധത്തിൽ അനേകം വ്യക്തികൾ അടങ്ങിയിരിക്കണ ഈ അഖണ്ഡമായ ലോകത്തെ അങ്ങ് പരിപാലിക്കുന്നു. ഓരോ വ്യക്തികളിലും അങ്ങാണ്. ഓരോ വ്യക്തികൾ അനവധി ചേർന്ന ഈ സമഷ്ടി ലോകത്തിനെയും അങ്ങാണ്. അതായത് അതാണ് വെഷ്ടി. ഇപ്പോൾ ഒരു മരം കാട്ടിലുണ്ടാച്ചാൽ അതിനെയാണ് വെഷ്ടി എന്ന് പറയുക.
ഹോൾ കാടിനെ നമ്മൾ സമഷ്ടി എന്ന് പറയും. അതുപോലെയാണ് ഈ ലോകത്തെ സർവ്വജീവജാലങ്ങളുടെ ഉള്ളിലും ഭഗവാനുണ്ട്. ഈ ജീവജാലങ്ങളും അടങ്ങുന്ന ഈ ലോകത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും ഭഗവാനാണ്. അതായത് ഇൻഡിവിജ്വൽ സോളും അനവധി ഇൻഡിവിജ്വൽ ആത്മാവ് കൂടിയിട്ടുള്ള യൂണിവേഴ്സൽ സോളും എല്ലാം ഭഗവാനാണെന്ന് അർത്ഥം. അതായത് യൂണിവേഴ്സൽ സോൾ അതെ, പക്ഷേ ഓരോ ഇൻഡിവിജ്വൽ സോൾസും ഭഗവാൻ തന്നെയാണ്. അനവധി ഇൻഡിവിജ്വൽ സോൾസിൻ്റെ ഒരു അക്യൂമുലേഷനാണ് യൂണിവേഴ്സൽ സോളേ. അപ്പോൾ ഭഗവാൻ തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞ് പുകഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ് ശ്രീ മഹാദേവൻ. പിന്നെയോ ഇനി നമുക്ക് 55 വായിക്കും. നല്ല സ്തുതിയാണ്, പക്ഷെ ഭയങ്കര അത്ര ഒരു കേമായിട്ടുള്ള സ്തുതിയാണ്. അതായത് പരബ്രഹ്മം തന്നെയാണെന്ന് പറഞ്ഞിട്ട് അല്ല എന്ന് പറഞ്ഞ് ത്വമിഹ ദേഹഭൃതാം ശിഖിരൂപ പചസി ഭുക്തമശേഷമജസ്രം പവനപഞ്ചകരൂപസഹായോ ജഗദഖണ്ഡമനേന ബിഭർഷി. അതായത് വ്യഷ്ടി രൂപത്തിലും സമഷ്ടി രൂപത്തിലും ഭഗവാൻ തന്നെയാണെന്ന് പറയുകയാണ്. അങ്ങനെ വ്യഷ്ടി രൂപമായിട്ടും സമഷ്ടി രൂപമായിട്ടും ലോകത്തിനെ പരിപാലിക്കുന്നു. ചന്ദ്രസൂര്യശിഖി മധ്യഗതം യത്തേജ ഈശചിദശേഷതനൂനാം പ്രാഭവത്തനുഭൃതാമിഹ ധൈര്യം ശൗര്യമായുരഖിലം തവ സത്വം. ഈശ അല്ലയോ ഈശ്വര, ചന്ദ്രസൂര്യശിഖി മധ്യഗതം, ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും അഗ്നിയുടെയും മധ്യത്തിൽ, അല്ലയോ ഭഗവാനെ, ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും അഗ്നിയുടെയും മധ്യത്തിൽ, മധ്യഗതം, യത് തേജ, ഏതൊരു തേജസ്സുണ്ടോ, അശേഷതനൂനാം, സകല ശരീരങ്ങളുടെ, ചിത് യാ, ചേതന ചൈതന്യം, യാതൊന്നോ, തനുഭൃതാം, ദേഹം ധരിച്ചിരിക്കുന്നവരുടെ, ധൈര്യം ചാൽ ധീരത, ശൗര്യം അവരുടെ ശൂരതയും ധൈര്യവും ശൗര്യവും ആയുസ് എന്നിവ പ്രാഭവത് ഉണ്ടായി. അഖിലം എല്ലാം തവ അങ്ങയുടെ സത്വം, അങ്ങയുടെ ഭാവം. എന്താ പറയണ വെച്ചാൽ, അല്ലയോ സർവേശ്വര, ചന്ദ്രൻ സൂര്യൻ അഗ്നി ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ കാണപ്പെടുന്ന തേജസ്സും, അതായത് ചന്ദ്രൻ്റെ തേജസ്സും സൂര്യൻ്റെ തേജസ്സും അഗ്നിയുടെ തേജസ്സും ഒക്കെ അങ്ങനെയാണെന്ന്. സകല ശരീരാന്തർഭാഗത്തിൽ പ്രകാശിക്കുന്ന അന്തര്യാമിയും എല്ലാവരുടെ ഉള്ളിലും ചൈതന്യമായി നിൽക്കുന്നവനും, അതായത് ഏതൊരു ജീവനുള്ള വസ്തുവിൻ്റെ ഉള്ളിലത്തെയും ആ ജീവചൈതന്യമായി നിൽക്കുന്നവനും, സർവശരീരികളുടെ ധൈര്യം ശൗര്യം ആയുസ് എന്നിവയും നിന്തിരുവടി ആ സർവത്തിൻ്റെയും ഉള്ളിലുള്ള ചൈതന്യമാണെന്ന് ഇതിൻ്റെ ലക്ഷണം തന്നെയാണെന്ന് പറയുകയാണ്. എല്ലാവരുടെ ഉള്ളിലത്തെയും ചൈതന്യമായി വർത്തിക്കുന്നതാണ് അങ്ങ്. എന്തിനു പറയുന്നു? സൂര്യൻ്റെ ചൈതന്യവും ചന്ദ്രൻ്റെ ചൈതന്യവും. അതാണ് നമ്മളെപ്പോഴും പറയാറുള്ള നതത്ര സൂര്യോഭാതി. അങ്ങയുടെ ചൈതന്യം പിന്നിലില്ലെങ്കിൽ സൂര്യൻ പ്രകാശിക്കില്ല, ചന്ദ്രൻ പ്രകാശിക്കില്ല, അഗ്നിക്ക് പ്രകാശമില്ല. ഭഗവാൻ അതിങ്ങോട്ട് വലിച്ചെടുത്താൽ അഗ്നിയില്ല. പിന്നെ അങ്ങനെയല്ലേ കാട്ടുതീയൊക്കെ ഭഗവാൻ കൃഷ്ണൻ്റെ കഥയിലെ കാട്ടുതീയിനെയൊക്കെ കുടിച്ചത് എന്ന് പറഞ്ഞാൽ ഭഗവാൻ അഗ്നിക്ക് കൊടുത്ത് അഗ്നി ഇങ്ങോട്ട് എടുക്കുകയാണ് തിരിച്ചിട്ടേ, അപ്പം അഗ്നി കെടും. അതാണ് പറയണത്. നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നി. ലൈറ്റ്നിങ്ങും ഇല്ല, അഗ്നിയില്ല. തമേവ ഭാന്തം അനുഭാതി സർവം. അങ്ങ് സ്വയം പ്രകാശസ്വരൂപനായിട്ട് ബാക്കി എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നു. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. അങ്ങയുടെ പ്രകാശം കൊണ്ട് എല്ലാം പ്രകാശമാനമാകുന്നു. അതന്നെയാണ്. അപ്പോൾ സമയത്രയും നോക്കട്ടെ, അപ്പോൾ ഇത് വായിച്ച് നിർത്താം നമുക്ക് കേട്ടോ. 56. ചന്ദ്രസൂര്യശിഖി മധ്യഗതം യത്തേജ ഈശചിദശേഷ തനൂനാം പ്രാഭവത്തനുഭൃതാമിഹ ധൈര്യം ശൗര്യമായുരഖിലം തവ സത്വം. ഗീതയിലൊക്കെ പറയുന്നുണ്ടല്ലോ, ആരുടെ ഉള്ളിലും ധൈര്യം കണ്ടാലും ശൗര്യം കണ്ടാലും എല്ലാം ഭഗവാന്റെ പ്രഭാവമാണെന്ന്. അതന്നെയാണ്.
അതായത് ഭഗവാനല്ലാതെ ഇവിടെ ഒന്നുമില്ല, ഭഗവാനാണ് എല്ലാം, ഏകനാണ്, നമുക്ക് തോന്നണത് മുഴുവൻ ഈ മായ കൊണ്ടാണ് എന്ന് തന്നെയാണ് അതിൽ വരണത്. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്താം. 56 കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.